100-ാമത്തെ സൂറത്ത്. സാധാരണയായി നമ്മൾ നിസ്കാരങ്ങളിലും മറ്റുമൊക്കെ ഓതാറുള്ള സൂറത്തുൽ ആദിയാത്താണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അതിൻ്റെ ആദ്യത്തെ വചനങ്ങൾ ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖഅ فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير صدق الله مولانا العظيم. പരിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത് എന്ന സൂറത്ത്. കഴിഞ്ഞ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം നന്മ ആര് പ്രവർത്തിച്ചിട്ടുണ്ടോ ആ നന്മയെ കാണുന്ന ഒരു ദിവസം വരാനുണ്ട്, ആ നന്മയെ എത്തിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അണുമണിത്തൂക്കം വളരെ നിസ്സാരമായ തിന്മ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ആ തിന്മയെ എത്തിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ ഈ നന്മയും തിന്മയും ഒക്കെ മനുഷ്യൻ കാണും എന്ന് പറയുമ്പോൾ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം, നന്മ ചെയ്തിട്ടുള്ള അവിശ്വാസികളായ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ എങ്ങനെയാണ് അള്ളാഹു പരിഗണിക്കുക? എല്ലാവരും അവരവരുടെ നന്മയും അവരവരുടെ തിന്മയും നാളെ ആഖിറത്തിൽ കാണും. അപ്പോ വിശ്വാസികളായ ആളുകളും കാണും, അവിശ്വാസികളായ ആളുകളും അത് കാണുമല്ലോ. അവരെ എങ്ങനെയാണ് അള്ളാഹു പരിഗണിക്കുക? മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. വിവിധങ്ങളായ സംഭവങ്ങളിൽ നിന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, ഏതൊരു അമലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് ഈമാനിന്റെ മേലെ നിന്നുകൊണ്ട് ചെയ്തതാകണം. ഈമാനോടുകൂടി നമ്മൾ സൂറത്തുൽ ബയ്യിന വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. ഈമാനോടുകൂടി ചെയ്ത അമലുകൾ. ദുനിയാവിൽ ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകളുണ്ട്, അവരാരും പരലോകത്ത് ഞങ്ങൾക്ക് പടച്ചവനുണ്ടെന്നോ സ്വർഗം കിട്ടുമെന്നോ ഒന്നും വിചാരിച്ച് ചെയ്യുന്നതല്ല. എന്നാലും അവർ ചെയ്ത നന്മകൾക്ക് എങ്ങനെയാണ് പ്രതിഫലം കിട്ടുക? അവരുടെ നന്മകളെ അള്ളാഹു എങ്ങനെയാണ് പരിഗണിക്കുക? ഒരു സഹാബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. പ്രായമേറിയ ഒരു സഹാബിയാണ്. നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എൻ്റെ വാപ്പ ജാഹിലിയത്തിൽ ജീവിച്ചിരുന്നയാളാണ്, ഇസ്ലാം വരുന്നതിന് മുമ്പ് ജീവിച്ച് കഴിഞ്ഞു പോയ ഒരാളാണ്. അദ്ദേഹം ഇന്നാലിന്ന നന്മകളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇബാദത്തിന്റെ കൂലിയുണ്ട് എന്ന് പറയുന്ന പല നന്മകളും അന്ന് അദ്ദേഹം ചെയ്യുമായിരുന്നു. കുടുംബബന്ധം ചേർക്കാൻ വലിയ ഉത്സാഹമുള്ള ആളായിരുന്നു. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമുള്ള മനുഷ്യനായിരുന്നു. സ്വതക്ക കൊടുക്കാൻ ഒരു മടിയും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പലതും അന്ന് ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ ഉപ്പയ്ക്ക് അതൊക്കെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുമോ എന്ന് ഒരു സ്വഹാബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉപ്പ എപ്പോഴാണ് മരണപ്പെട്ടു പോയത്? അത് ജാഹിലിയത്തിൽ ആ വിശ്വാസത്തിൽ തന്നെ ജീവിച്ചു മരിച്ചു പോയതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ നന്മകളൊന്നും പരലോകത്ത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയില്ല. ആ സമയത്ത് വളരെ വിഷണ്ണനായി പ്രയാസപ്പെട്ടുകൊണ്ട് ആ സ്വഹാബി ഇറങ്ങിപ്പോകുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായമേറിയ ആ സ്വഹാബിയെ തിരിച്ചു വിളിച്ചു, വരൂ, നിങ്ങൾക്കറിയുമോ ആ മനുഷ്യൻ ചെയ്ത നന്മകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ പലതരത്തിലും പ്രതിഫലം കൊടുത്തു കഴിഞ്ഞു. എന്നു മാത്രമല്ല, അദ്ദേഹം ചെയ്ത നന്മകൾക്ക് പകരമായി അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക്, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുടുംബം ഒരിക്കലും ശിഥിലമായി പോവുകയില്ല, പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടുകയില്ല, പ്രയാസം അനുഭവിക്കേണ്ടി വരികയില്ല, മറ്റൊരാളിന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരികയില്ല. ആ ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ കുടുംബം സംരക്ഷിക്കപ്പെടാൻ കാരണമായത് ആ മനുഷ്യൻ ചെയ്ത നന്മയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോ ദുനിയാവിൽ വെച്ച് വിശ്വാസമില്ലാത്ത ആളുകളുടെ പ്രതിഫലം പലതും ദുനിയാവിൽ വെച്ച് കൊടുക്കുകയും മുഅ്മിനായ മനുഷ്യന്റെ പ്രതിഫലം നാളെ പരലോകത്തേക്ക് അല്ലാഹു നീക്കിവെക്കുകയും ചെയ്തിരുന്നു. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം, ചില ആയത്തുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെയേറെ നമ്മുടെ മുൻഗാമികളെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വരും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ദാഹിച്ച് അവശനായി നടന്നു വരുന്ന വഴിയിൽ ഒരാൾ നല്ല മധുരപാനീയം കുടിക്കാൻ വേണ്ടി കയ്യിൽ കൊടുത്തു. നല്ല മധുരമുള്ള തണുപ്പുള്ള വെള്ളം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കുടിക്കാൻ വേണ്ടി എടുത്തിട്ട് സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ, കുറവുള്ളത് കൊണ്ടാണോ? ഉടനെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ അല്ലാഹു തആല പരലോകത്ത് വെച്ച് ഉമറെ, നീ ചെയ്ത നന്മകൾക്കൊക്കെ ദുനിയാവിൽ തന്നെ ഞാൻ നിനക്ക് പകരം തന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നത് മുൻനിർത്തിയിട്ട് റബ്ബ്, എനിക്ക് ഒരുപാട് ആവശ്യമുള്ള സമയമാണ് ഈ വെള്ളം, പക്ഷേ അള്ളാഹു നാളെ അതിനെ മുൻനിർത്തിയിട്ട് ഉമറെ, നാളെ അള്ളാഹു എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവെന്ന് തന്നെ അതിൻ്റെയൊക്കെ നന്മ അള്ളാഹു തന്നില്ലേ എന്ന് ചോദിച്ചാൽ പരലോകത്ത് ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് ഞാൻ പിന്നെ എവിടുന്നാണ് പ്രതിഫലം വാങ്ങുക? ദുനിയാവിൽ ഉപകാരം കിട്ടരുതേ എന്ന് ആഗ്രഹിച്ച ഒരുപാട് മുൻഗാമികളുണ്ട്. അതിന്റെ കാരണം അതായിരുന്നു. അപ്പൊ അള്ളാഹു നമുക്ക് ദുനിയാവിൽ തരുന്ന പേര്, പെരുമ, കുടുംബം, ഐശ്വര്യങ്ങൾ, പ്രയാസങ്ങളില്ലാത്ത ജീവിതം, ഇതൊക്കെയും പല നന്മകൾക്കുമുള്ള അള്ളാഹുവിന്റെ ദുനിയാവിൽ തന്നെയുള്ള അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങളാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണാം. അള്ളാഹു നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ നാളെ പരലോകത്ത് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ കിട്ടിയാൽ എന്നാ നാളെ എന്ത് ചെയ്യും? തീർന്നു പോകും. അള്ളാഹു നമുക്ക് പരലോകത്താണ് അതിന് പ്രതിഫലം നൽകേണ്ടത്. അള്ളാഹു പരലോകത്ത് പരിഗണിക്കപ്പെടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അതിന് വലിയ തെളിവാണ്. ഒരു മനുഷ്യന് വരുന്ന മുസീബത്ത്, ഒരു മനുഷ്യന് പ്രയാസം ഉണ്ടാവുക, ഒരു മനുഷ്യന് വരുന്ന രോഗം, അത് പലതും ദുനിയാവിൽ അള്ളാഹു നൽകുന്ന ചില തെറ്റുകൾക്കുള്ള ശിക്ഷകളാണെന്നതിലേക്ക് സൂചിപ്പിക്കുന്ന വചനങ്ങൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രയാസമുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, മറ്റു പല രോഗങ്ങളുണ്ട്. അതുപോലെ ദുനിയാവിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് പലതും അള്ളാഹു ചില ശിക്ഷകളെ ആഖിറത്തിൽ നിന്ന് ഒഴിവാക്കി കളയാൻ വേണ്ടിയിട്ടാണ്. പരലോകത്ത് നാളെ അതിന്റെ പേരിൽ നീ പിടിച്ചു നിർത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ആ ഭാഗത്തിന്റെ അവസാനത്തിൽ മഹാന്മാരായ മുൻഗാമികൾ വിശദീകരിക്കുന്നത്. തൊട്ടടുത്ത സൂറത്തുൽ ആദിയാത്ത്, വൽ ആദിയാത്തി ളബ്ഹൻ ഫൽ മൂരിയാത്തി ഖദ്ഹൻ ഫൽ മുഗീറാത്തി സുബ്ഹ എന്ന് തുടങ്ങുന്ന 11 ആയത്തുകളുള്ള സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായം. ആ സൂറത്തിന്റെ പ്രതിഫലം പറഞ്ഞത് കാണാം. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിലാണ് ഇത് അവതരിച്ചതെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. قال رسول الله صلى الله عليه وسلم إذا زلزلت تعدل نصف القرآن والعاديات تعدل نصف القرآن. ഇദാ സുൽസിലത്തിനെ സംബന്ധിച്ചുള്ള ഹദീസ് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ പകുതി പാരായണം ചെയ്തതിന് സമാനമായ കൂലി കിട്ടുന്ന സൂറത്താണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. മറ്റൊരു ഹദീസ് അതോടൊപ്പം തന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇദാ സുൽസിലത്ത് പറഞ്ഞതിന്റെ കൂടെ തന്നെ പറഞ്ഞു, വൽ ആദിയാത്തി തഅദിലു നിസ്ഫൽ ഖുർആൻ, ഖുർആനിന്റെ പകുതി പാരായണം ചെയ്തതിന് സമാനമായ പ്രതിഫലം കിട്ടുന്ന സൂറത്താണ്. അത് ഓതുന്നയാളിന് ഖുർആനിന്റെ പകുതി ഓതിയ കൂലി കിട്ടുന്ന സൂറത്താണ് ഏത്? വൽ ആദിയാത്തി ളബ്ഹൻ. വൽ ആദിയാത്തി എന്ന് തുടങ്ങുന്ന സൂറത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓതാറുള്ളതാണ്. അള്ളാഹു സമയം പോലെ ഓതാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ പകുതി ഓതിയ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത് എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ സൂറത്ത് തുടങ്ങുന്നത് വൽ ആദിയാത്തി ളബ്ഹൻ. ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ഓടുന്നത് എന്നാണ് അർത്ഥം, സ്പീഡിൽ ഓടുന്ന. ഇവിടെ ഉദ്ദേശിക്കുന്നത് പടക്കളത്തിൽ കുതിച്ചുപായുന്ന കുതിരകളെയാണ്. അല്ലാഹു തആല പല കാര്യങ്ങളെ കൊണ്ടും സത്യം ചെയ്ത് പറയാറുണ്ട്. വത്തീനി വസ്സൈത്തൂൻ നമ്മൾ പഠിച്ചതാണ്. വശംസി വളുഹാഹ വൽ ഖമരി, പലതരത്തിലുള്ള സത്യങ്ങൾ അല്ലാഹു തആല നൽകാറുണ്ട്. സത്യം ചെയ്തുകൊണ്ടൊരു വലിയ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും സത്യം ചെയ്യുക. അല്ലാഹു ലോകത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഏത് കാര്യത്തെ പിടിച്ചും സത്യം ചെയ്ത് പറയാം.
നമ്മൾ ലോകത്തിന്റെ സൃഷ്ടാവോ നമ്മുടെ ഉടമസ്ഥതയിലോ ഉള്ള സാധനങ്ങളല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴെങ്കിലും സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടം വന്നാൽ വല്ലാഹി എന്ന് സത്യം ചെയ്യാം. അല്ലാതെ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് സത്യം ചെയ്യാൻ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ അനുവദിക്കുന്നില്ല. ഉമ്മയെ കൊണ്ട്, വാപ്പയെ കൊണ്ട്, മക്കളെ കൊണ്ടൊന്നും സത്യം ചെയ്യരുത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സത്യങ്ങൾ കാണാം. വശംസി വളുഹാഹ വൽ ഖമർ, അതുപോലെ വത്തീനി വസ്സൈത്തൂൻ, ഇവിടെ വൽ ആദിയാതി ളബഹ, ഓടുന്ന, വളരെയേറെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, കിതച്ചുകൊണ്ട് പായുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഒരു വ്യാഖ്യാനം. അങ്ങനെയല്ല, പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുള്ള ഹജ്ജ് ലക്ഷ്യമാക്കിക്കൊണ്ട് കിതച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങളെ തന്നെയാണ് സത്യം എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ അതിന് നൽകിയത് കാണാം. അള്ളാഹു ഹജ്ജിന്റെ മാസമാണല്ലോ, നമുക്കെല്ലാവർക്കും ഹജ്ജിന് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകും. പോയവർക്ക് പലതവണ പോകാനും പോയിട്ടില്ലാത്തവർക്ക് എത്രയും വേഗം അവിടെ എത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലക്ഷക്കണക്കായ ഹാജിമാർ അള്ളാഹു അവരുടെയൊക്കെ എല്ലാ കർമ്മങ്ങളിലും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദുൽഹജ്ജ് 8 ദിവസവും 9, 10 ഒക്കെ ഹാജിമാർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അള്ളാഹു ആഫിയത്തോടെ അമല് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പലരും വിളിക്കാറുണ്ട്. അവരുടെ അമലുകൾ നടക്കുന്നു എന്നും നമുക്കൊക്കെ വേണ്ടി ദ്വാരക്കുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. അള്ളാഹു അവരുടെ ദ്വായിലെല്ലാം നമ്മെ കൂട്ടിത്തരുമാറാകട്ടെ. അപ്പോൾ വൽ ആദിയാതി ളബഹ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാതി ഖദ്ഹ, ആ കുതിരകൾ അത് ഓടുന്ന, ഈ കിതച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് അവയുടെ കാലുകൾ, കുളമ്പുകൾ ഉരസി തീപ്പൊരി പാറുന്നു. അതിന്റെ ആ ഒരു കുതിച്ചു പായുന്നതിന്റെ വിശദീകരണമാണ് ഒരു 5 ആയത്തുകൾ അല്ലാഹു തആല പറയുന്നത്. കുതിരകളുടെയൊക്കെ കാലിന്റെ അടിയിൽ ഇരുമ്പിന്റെ കഷ്ണം, ലാടം അടിക്കാറുണ്ട്, നമുക്കൊക്കെ അറിയാം. അത് ചെങ്കുത്തായ മലകൾ, അതുപോലെ കല്ലിന്റെ മേലെ കൂടിയൊക്കെ വളരെ സ്പീഡിൽ ഓടുന്ന സമയത്ത് തീപ്പൊരി പാറുന്നു. അങ്ങനെ തീപ്പൊരി പാറിച്ചുകൊണ്ട് അത്രയേറെ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരകൾ, കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന കുതിരകൾ. ഫൽ മൂരിയാതി ഖദ്ഹ, കുളമ്പിൽ നിന്ന് തീപ്പൊരി പാറിപ്പിക്കുന്ന തരത്തിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നു, ഫൽ മുഗീറാതി സുബ്ഹ, ആ കുതിരകൾ പ്രഭാതത്തിൽ ആക്രമിക്കുകയും ചെയ്യുന്നു. പഴയകാലത്ത് യുദ്ധങ്ങളിൽ ശത്രുരാജ്യങ്ങൾ ആളുകളെ ആക്രമിച്ചിരുന്നത് പ്രഭാത സമയത്താണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ആളുകൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ ഉറക്കിന്റെ ആ ആലസ്യത്തിൽ നിന്ന് തൊട്ട് എഴുന്നേൽക്കുന്ന ഒരു സമയം. അതുപോലെ വെളിച്ചം വേണ്ട പോലെയില്ല, എങ്ങോട്ട് ഓടുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നൊരു സമയം, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു സമയത്താണ് ശത്രു രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ അന്നത്തെ കാലത്ത് ആക്രമിക്കുക. കൂട്ടമായി കുതിരയുടെ പുറത്തു വന്ന് ഒരു ഗ്രാമത്തെ കൊള്ളയടിക്കുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അത്തരം സാഹചര്യങ്ങളിലായിരുന്നു. ഈ രാത്രിയിൽ ആക്രമിക്കുന്ന ആളുകളുണ്ടല്ലോ പല സ്ഥലങ്ങളിലും. രാത്രി കിടന്നുറങ്ങുന്ന കുട്ടികളുടെ മേലെ ബോംബിടുന്ന ചരിത്രവും വർത്തമാനവും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നതാണ്. അപ്പൊ സുബ്ഹി, പ്രഭാത സമയത്ത്, ഫൽ മുഅസിറാത്തി സുബ്ഹൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയാണ്, പ്രഭാതത്തിൽ അക്രമം നടത്തുകയും ചെയ്യുന്നു. വളരെ സ്പീഡിൽ തീപ്പൊരി പാറിച്ച് പാഞ്ഞു നടക്കുന്ന കുതിരകൾ അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്കെത്തി വളരെയേറെ വലിയ അക്രമം ആ സമയത്ത് അഴിച്ചുവിടുന്നു. ഫഅസർന ബിഹി നഖഅ, പൊടിപടലങ്ങൾ ഇളക്കിവിടുന്ന നിലയിൽ. ഈ കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ വലിയ പൊടിപടലങ്ങൾ ഉണ്ടാവും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആവശ്യമില്ലാതെയും പൊടി പറത്താറുണ്ട്. യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയർന്ന് പൊങ്ങുന്ന സമയത്ത് ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നുക ഈ വന്ന സൈന്യം ഒരുപാട് വലുതാണ്, വലിയ സൈന്യമാണ് ഈ വന്നിരിക്കുന്നത്, അതിൻ്റെ പൊടിപടലങ്ങൾ എവിടം വരെ എത്തുന്നുണ്ട് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് യുദ്ധക്കളത്തിൽ ചില ആളുകൾ ചെയ്യുന്ന പണി കൂടിയാണ് ഈ പൊടിപടലങ്ങളെ ഇളക്കി വിടുക എന്നുള്ളത്. ഫവസത്ന ബിഹി ജംഅ, എന്നിട്ട് ആ പൊടിപടലങ്ങളുടെ നടുവിലൂടെ ശത്രുക്കളുടെ നടുത്തളത്തിലേക്ക് പ്രവേശിക്കുന്ന കുതിരകൾ അവയെ തന്നെയാണ് സത്യം. ഈ 5 ആയത്തുകൾ സൂചിപ്പിക്കുന്നത് നേർക്കുനേരെ പടക്കുതിരകളിലേക്ക് വെച്ചുകൊണ്ട് والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا.
അവയുടെ നടുത്തളത്തിലേക്ക്, യുദ്ധക്കളത്തിന്റെ നടുത്തളത്തിലേക്ക് സധൈര്യം ചെന്നു കയറുന്ന കുതിരകളില്ലേ, അതിനെ തന്നെയാണ് സത്യം. അല്ലാഹു തആല ഒരു കാര്യം പറയാൻ വേണ്ടി 5 കാര്യങ്ങൾ 5 ആയത്തുകളിലായി പടക്കുതിരകളെ ഉപമിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്. ഇനി അത് നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന് പോകുന്ന ഒട്ടകങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഈ വിശദീകരണം മറ്റൊരർത്ഥത്തിൽ ശരിയാണ്. അവ നടക്കുമ്പോൾ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആ രീതിയിലും അർത്ഥം വെക്കാം. മഹാന്മാരായ ചില മുഫസ്സിറുകൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞ കുതിര എന്ന് പറയുന്നത് അത് ചെറിയ കുതിരയൊന്നുമല്ല, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ കുതിര കേവലം ഒരു കുതിരയല്ല, അത് ഇസ്ലാമിക പോരാട്ടങ്ങളുടെ മുൻനിരയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകിയ ജിഹാദിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട കുതിരകളും ധർമ്മയോദ്ധാക്കളുടെ കുതിരകളുമാണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. വൽആദിയാത്തി ലബ്ഹൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് യുദ്ധക്കളത്തിലേക്ക് സധൈര്യം പുറപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുതിരയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പല കാര്യങ്ങളെ കൊണ്ടും ഖുർആൻ ആണയിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുതിരയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. എന്തിനാണ് ഈ 5 കാര്യങ്ങൾ സത്യം ചെയ്തു പറഞ്ഞത്? ഈ അടുത്തൊരായത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഈ പടക്കുതിരയെ അല്ലാഹു തആല ഇവിടെ സത്യം ചെയ്യിപ്പിച്ചത് എന്ന്. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് 5 കാര്യങ്ങൾ അല്ലാഹു തആല. അപ്പോൾ അവരുടെ കൺമുന്നിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഈ ഓടിപ്പാഞ്ഞു നടക്കുന്ന ഈ കുതിരകൾ. ആ കുതിരകളുടെ മേലെ യുദ്ധത്തിനും അക്രമത്തിനും ഒക്കെ പോകുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. പാതിരാവിൽ പോയി ആക്രമിക്കുന്നതും പൊടിപടലങ്ങൾ ഉണ്ടാക്കുന്നതും ശത്രുക്കളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതുമെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, അല്ലാഹു തആല പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കെട്ടവനാണെന്ന് ഖുർആൻ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. തീർച്ചയായും മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കെട്ടവനാണ്. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുതിരകൾ ഇത്രയേറെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന, കുതിച്ചു പായുന്ന, ഓടുന്നതിൻ്റെ ഇടയിൽ തീപ്പൊരി പാറുന്ന തരത്തിൽ അധ്വാനിക്കുന്ന, യുദ്ധക്കളത്തിലെത്തിയാൽ ശത്രുക്കളുടെ നടുത്തളത്തിലേക്ക് തന്നെ ചെന്നു കയറുന്ന പടക്കുതിരകളുടെ പ്രത്യേകത അതാണ്. അതിന്റെ കൂടെ വന്ന കുതിരകൾ പലതും വീണുപോയിട്ടുണ്ടാവും, അമ്പുകൊണ്ട് വെട്ടുകൊണ്ടൊക്കെ പലതും അവിടെ കിടക്കുന്നുണ്ടാവും. അതൊന്നും കണ്ട പടക്കുതിരകൾ പേടിക്കൂല. എന്നാൽ നമ്മൾ ഉദഹിയത്ത് ഇറക്കുന്ന സമയത്ത് ഒരു മൃഗത്തെ അറുക്കുന്ന കണ്ടാൽ മറ്റു അടുത്ത് നിൽക്കുന്ന മൃഗം പേടിക്കും. അതുകൊണ്ട് അത് പരിഗണിക്കണമെന്നല്ല ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. ഒരു മൃഗത്തിന്റെ മുന്നിൽ വെച്ചിട്ട് മറ്റൊന്നിനെ അറുക്കരുത് എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ പടക്കുതിരകൾ അങ്ങനെയല്ല. കുതിരകൾ അത് യുദ്ധക്കളത്തിൽ ഇനി അത് കൊണ്ടുവന്ന, അത് വഹിച്ചു കൊണ്ടുവന്ന ആള് തന്നെ നഷ്ടപ്പെട്ടാലും അത് മുന്നോട്ടല്ലാതെ ഒരിക്കലും അത് പിന്തിരിഞ്ഞു പോകുന്ന ശൈലിയില്ല. അത് പേടിച്ച് പിന്തിരിയില്ല, അതിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങുള്ളൂ. ഇനി ആലോചിച്ച് നോക്കൂ, യുദ്ധത്തിന് പങ്കെടുക്കുന്ന കുതിരകൾക്ക് എന്താണ് കിട്ടാനുള്ളത്? ഒരു കുതിരയ്ക്ക് നമ്മൾ രാജാധികാരം കൊടുക്കൂല, ഒരു കുതിരയ്ക്ക് നമ്മൾ കിരീടം വെച്ചു കൊടുക്കില്ല, ഒരു കുതിരയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കില്ല, ഒരു കുതിരയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വലിയ പദവി കൊടുത്ത് ആദരിക്കില്ല. എന്നിട്ടും ഈ കുതിര അതിൻ്റെ ഉടമസ്ഥന് വേണ്ടി ചെയ്യുന്ന ജോലി എത്ര വലുതാണ്. അവിടെയാണ് ആയത്തിന്റെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി. ഉറങ്ങാണോ നിങ്ങൾ? ഇതാണ് ആയത്തിന്റെ കണക്ഷൻ. ഇത്രയേറെ ചെയ്യുന്ന കുതിര അതിന്റെ ഉടമസ്ഥന, അതിന് കുറച്ച് വെള്ളവും പിണ്ണാക്കും, കുറച്ച് മുതിരയും കുറച്ച് പുല്ലും കൊടുക്കുന്ന ആളിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്ന പണി എന്താണ്? കുതിച്ചുപായാണ്. അതിന്റെ കാലിൽ നിന്ന്, കുളമ്പിൽ നിന്ന് തീപ്പൊരി പാറുകയാണ്. ഏത് വെളുപ്പിന് എഴുന്നേറ്റിട്ടും യുദ്ധം ചെയ്യാൻ അത് തയ്യാറാണ്. ശത്രുക്കളുടെ മുന്നിൽ എത്തിച്ചേരാൻ അത് തയ്യാറാണ്. ഏത് പൊടിപടലത്തിന്റെ ഇടയിലും അത് ഓടാൻ തയ്യാറാണ്. എന്നാൽ മനുഷ്യനോ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, അള്ളാഹുവിനോട് മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് ഖുർആൻ. ഇവിടെയാണ് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം. ഒന്നും കിട്ടാത്ത, ദുനിയാവിൽ ഒന്നും കിട്ടാത്ത ഈ ഒരു ജീവി അതിന്റെ ഉടമയോട് കാണിക്കുന്ന നന്ദി എല്ലാം തന്ന റബ്ബിനോട് മനുഷ്യൻ കാണിക്കുന്നില്ല. ഈ ലകനൂദ് എന്നുള്ള പദത്തിന്
അവസാനിപ്പിക്കുന്നു. അല്ലെ, കനൂദ് എന്നുള്ള പദത്തിന്, കനൂദ് എന്ന പദത്തിന് മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചത് കാണാം. എത്ര വെള്ളം ഒഴിച്ചാലും വളരാത്ത ചെടി, എത്ര വെള്ളം തേവി കൊടുത്താലും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചെടികളില്ലേ? അതുപോലെ എത്ര ഉപകാരം ചെയ്തു കൊടുത്താലും ഒരു മാറ്റവും വരാത്ത കാര്യങ്ങളില്ലേ? ഇതൊക്കെയാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ഈ ഫൽ ആദിയാത്തി ലബ്ഹൻ ഫൽ മൂരിയാത്തി ഖദഹൻ ഫൽ മുഗീറാത്തി സുബ്ഹൻ എന്നൊക്കെ പറഞ്ഞു വെച്ചത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? മനുഷ്യൻ അവന്റെ രക്ഷിതാവായ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ നന്ദി കെട്ടവനാണെന്നതിന് അല്ലാഹു സാക്ഷ്യം പറയുകയാണ്. വ ഇന്നഹു അലാ ദാലിക ലശഹീദ്, അവൻ നന്ദി കെട്ടവനാണെന്ന് അവന് തന്നെ അറിയാം. മറ്റൊരർത്ഥത്തിൽ അള്ളാഹുവിനറിയാം അവൻ നന്ദി കെട്ടവനാണെന്ന്. ദുനിയാവിലെ ഏറ്റവും വലിയ കുറ്റം ഏതാണെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. അള്ളാഹുവിന് നന്ദി കേട് കാണിക്കലാണ് ഏറ്റവും വലിയ കുറ്റം. വഖലീലും മിൻ ഇബാദിയ ശകൂർ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന അടിമകൾ കുറച്ചേ ഉണ്ടാകൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകളാണ് ദുനിയാവിലുള്ളത് മുഴുവൻ. പക്ഷേ അവന് നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ 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 തുച്ഛമായിരിക്കും. അവന് നന്ദി ചെയ്യുന്ന ആളുകൾ, അതാണല്ലോ ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ നിനക്ക് നന്ദി ചെയ്യുന്നതിൽ നിന്ന് നിന്റെ അടിമകളെ തെറ്റിച്ചു കളയും. ഞാൻ നിനക്ക് നന്ദിയുള്ളവരായിട്ട് എന്ത് ചെയ്യില്ല, നിന്റെ ആളുകളെ കൊണ്ടുവരില്ല. നന്ദിയില്ലാത്തവരായി ഞാൻ മനുഷ്യരെ മാറ്റിക്കളയുമെന്നാണ് ഇബ്ലീസ് പറഞ്ഞത്. അപ്പൊ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ നോക്കിയാൽ ഒരല്പം പുണ്ണാക്കും വെള്ളവും മാത്രമൊന്നുമല്ല അള്ളാഹു തന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയതെല്ലാം അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. അതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ ഓരോരുത്തരും, തൊട്ടടുത്ത ആയത്ത് നമ്മെ തന്നെ ചിന്തിപ്പിക്കുകയാണ്, നമ്മൾ നന്ദി കെട്ടവരാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, നമ്മൾ നന്ദി കെട്ടവരാണെന്ന് നമുക്ക് തന്നെ അറിയാം. അള്ളാഹു അതിന് സാക്ഷിയാണ് എന്നുകൂടി മഹാന്മാരായ ഇമാമിങ്ങൾ ആ ആയത്തിന്റെ വ്യാഖ്യാനം രേഖപ്പെടുത്തുന്നു. അപ്പൊ 11 ആയത്തിൽ നിന്ന് ആദ്യത്തെ 7 വചനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ പകുതി പാരായണം ചെയ്തതിന് സമാനമായ പ്രതിഫലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഖുർആനിനു വേണ്ടി സമയം ചെലവഴിച്ച ബറക്കത്ത് കൊണ്ട് നന്നായി ചിന്തിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിനെ അറിയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ ഒരിക്കലും നിന്നോട് നന്ദി കെട്ടവരായി നീ ആക്കിക്കളയല്ല അള്ളാഹ്. എപ്പോഴും നിനക്ക് നന്ദി ചെയ്യുന്ന ശാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്ത് കരയുന്ന, നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാക്കി ഞങ്ങളെ ആക്കിത്തരണമേ അല്ലാഹ്. അള്ളാഹുവെ നീയാകുന്ന രക്ഷിതാവിനോട് നന്ദി ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരിൽ, ഇബാദത്ത് ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്. അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം നീ മാറ്റണേ അല്ലാഹ്. അള്ളാഹുവെ അവർക്കെല്ലാവർക്കും നീ ഖൈറു ബറക്കാത്തുകൾ ഷിഫാവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ പരിശുദ്ധ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചവനെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങളെല്ലാം നീ പുറത്തു നൽകി നരകമോചിതരിൽ, ദുൽഹജ്ജ് 10 റബ്ബേ, നരകമോചിതരുടെ പട്ടികയിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. കടങ്ങളെ വീട്ടിത്തരണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. റബ്ബേ നീ ഞങ്ങളെ ഒരിക്കലും കൈവിടല്ല അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.